ദേശീയതലത്തിലേക്ക് നോക്കാം. ഉത്തരകാശി സിൽക്കേര രക്ഷാദൌത്യം വൈകാൻ സാധ്യത 3 മണിക്കൂർ വൈകുമെന്നാണ് ലഭിക്കുന്ന വിവരം. സ്റ്റീൽ പാളികൾ മുറിച്ചു മാറ്റുന്നത് അത്ര എളുപ്പമല്ല എന്നാണ് ദൌത്യം സംഘം പറയുന്നത്. പൂർണ്ണമായി മുറിച്ചു മാറ്റിയ ശേഷം മാത്രമേ പൈപ്പ് സ്ഥാപിച്ച് തൊഴിലാളികളെ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. 41 ആംബുലൻസുകൾ തുരങ്കത്തിനകത്ത് സജ്ജമാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ അനുജ പ്രസാദ് നൽകും. അനുജ, രക്ഷാപ്രവർത്തനം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയെന്ന് വിവരമുള്ളപ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ ചില തടസ്സങ്ങളും ഉയർന്നു വരുന്നത്. എന്തൊക്കെയാണ് രക്ഷാപ്രവർത്തന സ്ഥലത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഈ ദൗത്യ സംഘം ഇതിനിടയിൽ നേരിടുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ദൗത്യ സംഘം ഈ ഡ്രില്ലിംഗ് മെഷീൻ, അതായത് ആഗർ മെഷീൻ ഉപയോഗിച്ച് തുരക്കുമ്പോൾ ഇതിനിടയിൽ ഉണ്ടാവുന്ന തടസ്സങ്ങൾ മൂലമാണ് ഇപ്പോൾ ഇന്ന് രാവിലെ 8 മണിയോടുകൂടി തന്നെ ഈ പറഞ്ഞ തൊഴിലാളികളെ 41 പേരുടെയും അടുത്ത് ഈ പൈപ്പ് എത്തിക്കാം, ആ ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് ദൗത്യ സംഘം വിശ്വസിച്ചിരുന്നു. ഇതിനിടയിലാണ് ഈ തടസ്സങ്ങൾ ഉണ്ടായത്. ഈ മെറ്റൽ കട്ടയിൽ ഇടിച്ചു നിൽക്കുകയും വീണ്ടും ഇതിന് കൂടുതൽ സമയമെടുക്കുകയും തുറന്ന് മുന്നോട്ട് പോകുവാൻ ഈ മെഷീന് മുന്നോട്ട് സമയമെടുക്കുകയും തടസ്സമുണ്ടാവുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അതേ തുടർന്നാണ് ഇത് ഉച്ച 6 മണിക്കൂറോളം താമസിക്കുകയും ഉച്ചയോടുകൂടി ഇവരുടെ അടുത്തേക്ക് ഈ മെഷീൻ ഉപയോഗിച്ച് തുരന്നെത്താം എന്നുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ഇത് പൈപ്പുകൾ സ്ഥാപിക്കാമെന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്ന് വിലയിരുത്തിയത്. ഇപ്പോൾ ഏതായാലും ആ കണക്കുകൂട്ടലുകൾ ഏകദേശം ശരിയാവുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പൈപ്പുകൾ തള്ളുന്നതിനായി ഈ അവശിഷ്ടങ്ങൾ തുരന്നുള്ള ഓപ്പറേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം നമുക്കറിയാം ഇന്നലെ വൈകിട്ട് തുടങ്ങിയതാണ് ഈ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് തുരക്കുന്ന ഒരു ദൗത്യം. ഇത് 42 മീറ്റർ ഇന്നലെ തുരന്നിരുന്നു. ഇന്ന് രാവിലെ ഇനി ബാക്കിയുള്ളത് 12 മീറ്റർ കൂടിയ ദൂരമാണ്. ഈ 12 മീറ്റർ കൂടിയ ദൂരം തുരന്നതിന് ശേഷം ഈ 80 സെന്റിമീറ്റർ വ്യാസമുള്ള ഈ കുഴലുകൾ പൈപ്പുകൾ ഇട്ടാൽ ഈ പൈപ്പുകളിൽ കൂടെ ആളുകളെ പുറത്തേക്ക് എത്തിക്കാം എന്നുള്ള ഒരു കാര്യമാണ് ദൗത്യ സംഘം എന്തായാലും ചെയ്യുക. ഇതിനായി പ്രത്യേകം ഡൽഹിയിൽ നിന്ന് വെൽഡർമാരെ എത്തിച്ചിട്ടുണ്ട്. ഈ സംഘവും ഉൾപ്പെടെ ഉള്ളവരാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അധിക സമയം എടുക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രക്ഷാപ്രവർത്തനമല്ല, ഡ്രില്ലിംഗ് തന്നെയാണ്. ഈ ഡ്രില്ലിംഗ് നടത്തി തൊഴിലാളികളുടെ അടുത്തേക്ക് ഈ പൈപ്പ് എത്തിച്ചാൽ മാത്രമേ ഇവരെ അതുവഴി പുറത്തേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ, പൈപ്പിലൂടെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അതിനുശേഷമാണ് പുറത്ത് ഇവർക്കായി ഈ ടണലിൻ്റെ പുറത്ത് തന്നെ ഇവർക്കായി ആംബുലൻസുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആശുപത്രികളും ഉടൻ തന്നെ പുറത്തെത്തിക്കുന്ന ഓരോരുത്തരെയായി എത്തിക്കുവാനുള്ള ആംബുലൻസും ആശുപത്രികളും സജ്ജമാക്കിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ഒരു തടസ്സം ഈ ആഗർ മെഷീൻ ഉപയോഗിച്ച് തുരക്കുമ്പോഴുണ്ടാവുന്ന ഈ തടസ്സങ്ങളാണ് സമയം വൈകിപ്പിക്കുന്നത് എന്നാണ്. എന്തായാലും ഈ തുരങ്കത്തിൽ പെട്ടുപോയിട്ടുള്ള ആളുകൾക്ക് ആർക്കും തന്നെ നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവരുമായും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആശയവിനിമയം നടത്താൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലൈഫ് ലൈൻ പൈപ്പ് ഇവർക്ക് ഇട്ടുകൊടുത്തിരുന്നു കഴിഞ്ഞ ദിവസം. ഇതുവഴിയാണ് ഇവർക്ക് ഈ ഖരരൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അതെല്ലാം തുടരുന്നുണ്ട്. ഇവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന വിശ്വാസം തന്നെയാണ്, എത്തിയിരിക്കുകയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കുറഞ്ഞ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ 41 തൊഴിലാളികളെയും പുറത്തെത്തിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹം ഈ ക്യാമ്പ് ഇടയ്ക്ക് സന്ദർശിക്കാനായി വന്നിരുന്നു. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തിയ സ്ഥിതിക്ക് അദ്ദേഹം ഉടൻ തന്നെ അവിടെ എത്തിച്ചേരും, ഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിവരങ്ങൾ മുഖ്യമന്ത്രിയോട് ഒരു ദിവസം പല തവണകളായി അദ്ദേഹം മുഖ്യമന്ത്രിയുമായി ഈ കാര്യത്തിൽ തൊഴിലാളികളുടെ ആരോഗ്യസ്ഥിതിയെ പറ്റിയും മറ്റും ആശയവിനിമയം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും രാജ്യം കണ്ട ഏറ്റവും വലിയ രക്ഷാദൗത്യം അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുകയാണ് ഫിജി. ശരി അനുജ, രക്ഷാദൗത്യം വളരെ നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നുപോകുന്നു. ഏതാനും മണിക്കൂറുകളിൽ ഈ തൊഴിലാളികളെ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാൻ സാധിക്കും എന്നാണ് സിൽക്കാരയിൽ നിന്ന് ഒടുവിലായി ലഭിക്കുന്ന വിവരം.